അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ സാധനം യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിന് അറബിയിൽ പറയുന്ന പേരാണ് ഇറം. ഇറം ഇറം. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കൂ, റെഡ് ലെറ്റർ, ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയത് എന്താണ്? യെസ്, ഇ. ഇനി അടുത്ത വാക്ക് നോക്കൂ, ഇബറുൻ. നെക്സ്റ്റ്, ഇബിലുൻ. ഇബിലുൻ. അടുത്തത് ഇറമുൻ. ഇപ്പോൾ നമുക്ക് 3 പാഠങ്ങൾ കഴിഞ്ഞു അല്ലേ? ഈ 3 പാഠങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ 3 അക്ഷരങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? യെസ്, അ. ഒന്നാമത്തത് അ. അടുത്തതോ ഉ. എന്താണ്? ഉ. അടുത്തത് ഇ. ഇപ്പോൾ നമ്മൾ പഠിച്ച 3 അക്ഷരം അലിഫ് ഇല്ലാതെ എഴുതാൻ പറ്റും, ഹംസ മാത്രം ഇട്ടുകൊണ്ട്. അതൊന്ന് നോക്കൂ. അ, ഉ, ഇ. ഒന്നുകൂടെ, അ, ഉ, ഇ. യെസ്. അപ്പോൾ ഈ ഹംസയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ? ചെരിച്ച് ഒരു വര വരച്ചിട്ടുണ്ട് അല്ലേ? ആ വരയുടെ പേരാണ് ഫത്ഹ. അക്ഷരത്തിൻ്റെ മുകളിൽ ചെരിച്ച് വരക്കുന്ന ആ വരയാണ് ഫത്ഹ. ഇതിൽ നോക്ക്, ഈ ഹംസയുടെ മുകളിൽ ഒരു കുളത്തുപോലെ ഒരു സാധനം കാണാം. അതിൻ്റെ പേരാണ് ലമ്മ. യെസ്. ഇനി അടുത്തത്, ഹംസയുടെ താഴെ ചെരിച്ച ഒരു വര കാണാം, കസ്റ. അപ്പോൾ ഫത്ഹ, ലമ്മ, കസ്റ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നല്ല ഉഷാറായി വായിച്ച് മനസ്സിലാക്കി കുട്ടികൾ പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെയൊക്കെ നല്ല കുട്ടികളാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.